ആപ്പിൾ വേണോ? വേണ്ട. എനിക്കൊരു സംശയം. ഈ പുള്ളി ഇല്ലാത്തവരെ എന്തിനാ പുള്ളിക്കാരെന്നും പുള്ളിക്കാരിന്നും ഒക്കെ വിളിക്കുന്നേ? തുടങ്ങി. എടാ നീ അവിടെ കഴിച്ചോണ്ടിരിക്കല്ലേ, നിനക്ക് അത് തന്നെ അങ്ങ് ചെയ്താ പോരെ? അതുണ്ട്, പക്ഷെ ഇതെന്റെ ശരിക്കുള്ള സംശയാ. നമ്മള് ഒരർത്ഥമില്ലാതെ ഇതൊക്കെ ആരായിരിക്കും ഈ വാക്ക് കണ്ടുപിടിച്ചത്? പിങ്കി, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. അന്വേഷിക്കണം കേട്ടോ അമ്മ. അല്ല ചുമ്മാ ഒരാളെ കയറി അങ്ങ് പുള്ളിക്കാരെന്ന് വിളിക്കുക. വിളിക്കാൻ പാടില്ല, നീ വിളിക്കണ്ടേ? ഇല്ല, ഒരു പുള്ളിപ്പുലിനെയാണ് നമ്മൾ പുള്ളിക്കാരെന്ന് വിളിക്കുന്നതെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. എന്റെ പൊന്നെ ഒന്ന് നിർത്താവോ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉണർന്നിരിക്കുമ്പോ ഇതുപോലത്തെ സംശയം വരുമെന്ന്. എന്ത് നോക്കൂ, സംശയം തോന്നുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ നീ ഞങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് ചോദിക്കാതിരുന്ന മാത്രം മതി. ഞാൻ പിന്നെ വേറെ എവിടെ പോയി ചോദിക്കും? നീ സുമേഷിനോട് ചോദിക്കാം, അടിപൊളിയായിരിക്കും. അതെ, ഒന്നല്ലെങ്കിൽ തീറ്റ അല്ലെങ്കിൽ സംശയം, ഈ രണ്ടുപേരേ ഉള്ളൂ എന്റെ മകൾക്ക്. സംശയമില്ല. അമ്മോ, എന്താടാ ഒരു സ്പൂൺ എടുക്കണം അമ്മ. ഒരു അത്ഭുതം കാണിച്ചു തരാം. അത്ഭുതം? ഇതെന്താ അച്ചാറല്ലേ? അച്ചാറെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൊച്ചാക്കാമോന്ന് അറിഞ്ഞൂടാ, എന്നാലും സംഭവം അത് തന്നെ. കൈന്നിട്ട് കുറച്ചിടടാ. ഓ, കണ്ടിട്ട് കൊതിയാന്ന് കേട്ടോ. നല്ല അച്ചാറാ. ഇതെവിടുന്നാ? കൊച്ചിന് കൊച്ചു കഴിഞ്ഞിട്ട് അയ്യോ, അവനോട് തുള്ളി കൊടുക്കും. മക്കൾക്ക് വേണടാ. മതി മതി. ആ, മതി 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 മതി. കൂടിപ്പോയാ അടി പിങ്കി, നീ നോക്കിയാ അടിപൊളി. പൊളി സാധനം. ഇത് എവിടുന്നാടാ? ബാദുഷയുടെ വൈഫ് ഉണ്ടാക്കിയത്. അടിപൊളി. ഓ, ആ ആയിഷ കൊച്ചിന്റെ കൈപുണ്യം. എന്റെ അവോ, നിങ്ങളെന്തിനാ ബാദുഷയുടെ വീട്ടിൽ പോയെ? അച്ചാറ് വാങ്ങിക്കാൻ വേണ്ടിട്ട്. അച്ചാറ് മാത്രം? ഞാൻ കുടി നിർത്തിയടി. ചേട്ടാ, കുറച്ചുകൂടെ അച്ചാർ തരുമോ? ഇഷ്ടപ്പെട്ടാ? ആ പിന്നെ. പിങ്കി, ഒത്തിരി എടി, അച്ചാർ തന്നെ ഒത്തിരി കഴിക്കരുത്. നിനക്കറിയാമോ മനുഷ്യന്മാരുടെ തട്ടില് ഏറ്റവും മേളിലത്തെ തട്ട് ആർക്കുള്ളതാണെന്ന് അറിയാമോ? അച്ചാറുണ്ടാക്കുന്നവർക്കുള്ളതാണ്. ആണോ? അയ്യ, അപ്പൊ ഈ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടി മരിക്കുന്നവർക്ക് തട്ടൊന്നുമില്ലേ? അവരും ഉണ്ട്, പക്ഷെ എന്നാ രണ്ടാമത്തെ തട്ടെങ്കിലും അച്ചാറുണ്ടാക്കുന്നവർക്ക് കൊടുത്തൂടെ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുറച്ച് അച്ചാർ തിന്നിട്ട്. ആയിഷ കൊച്ചിന്റെ കൈപുണ്യം. സത്യവാ. പച്ചരി ചോറുണ്ടാടി. കുത്തരി. നല്ല നല്ല എരിയും പുളിയൊക്കെ അതെ, കറക്റ്റ് ആണ്. മാങ്ങ ഉണക്കി ഇട്ടതാണെന്ന് തോന്നുന്നല്ലടി. ഒന്ന് വേണമെന്ന് വെച്ചാൽ ഇതിലും നല്ല സൂപ്പർ അച്ചാർ ഞാൻ ഉണ്ടാക്കും. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അമ്മ ഇങ്ങനെ തളർത്താതമ്മേ. നാത്തു ധൈര്യമായിട്ടുണ്ട്. നാത്തൂരാ, നമുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കിയിരിക്കും. പിന്നല്ല. അത്ര പോരാ, ഇതിലും നന്നായിട്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ സിമ്പിൾ അല്ലേ? അവളുണ്ടാക്കും. നാത്തു, ആയിരക്കണക്കിന് സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞുണ്ട്. ഇതിൽ ഏതാ ശരിക്കും സ്പെഷ്യൽ എന്ന് എങ്ങനെ അറിയാം? ആ എടി, ഇതാണ് യൂട്യൂബിന്റെ കുഴപ്പം. നമ്മളെ ആകെ കൺഫ്യൂഷൻ ആക്കി കളയും. ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് എടുക്കാം. നിങ്ങൾ എന്തിനാ ഈ അതും ഇതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി തന്നാ പോരെ? അമ്മ സ്നേഹമില്ലാത്തോണ്ട് പറയുമോ എന്ന് വിചാരിക്കരുത്. വേണ്ട. എന്താടി എന്റെ അച്ചാറിനൊരു കുഴപ്പം? അല്ല, കുഴപ്പമില്ല, പക്ഷെ അതുപോലെ ടേസ്റ്റും ഇല്ല. ആശേ, വേണ്ട കേട്ടോ. അമ്മ ചുമ്മാ പറഞ്ഞ അമ്മയുടെ അച്ചാറൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ ഇവിടെ എല്ലാരും അത് കഴിച്ചിട്ടുള്ളതല്ലേ. നമുക്ക് ഉത്തുവെണ്ണം കൊണ്ടുവന്ന അച്ചാറിന്റെ മോളിൽ നിൽക്കുന്ന ഒരു അച്ചാർ വേണം. ഓ, അതിപ്പോ ഇത്ര വലിയ കാര്യമാണോ? കുറച്ച് ഇഞ്ചി ഇടണം, കുറെ വിനാഗിരിയും കോഴി ഒഴിക്കണം, അത്രേ ഉള്ളൂ. ആ, എന്നാ പിന്നെ അങ്ങനെ വിനാഗിരി കോഴി വെച്ചാൽ ടേസ്റ്റ് വരുമെങ്കിൽ കുറെ വിനാഗിരി കോഴി ഒഴിച്ച് ചോറുണ്ടാ പോരെ നമുക്ക്? പിന്നല്ല അമ്മ, ഇതൊന്നും അല്ല. അവരാർക്കും അറിയാത്ത എന്തോ ഒരു സംഭവം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഐ മീൻ, ഒരു രഹസ്യ കൂട്ട്. ശരിയാ, അതിനകത്ത് എന്തോ രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ ഈ സ്നേഹം ചേർത്തുണ്ടാക്കിയതായിരിക്കോ? അല്ല അല്ലേ? ചോദിച്ചതേ ഉള്ളൂ. ഇവിടെ മൂന്നുപേരും കൂടെ ഒരു ഗൂഢാലോചന. അമ്മേ, നമ്മുടെ ആശയില്ലേ, അവക്ക് ലോകത്തിലെ ഏറ്റവും നല്ല അച്ചാർ ഉണ്ടാക്കണം. അതിനിത്തിരി പുളിക്കും. എൻ്റെ അച്ചാറിനെ വെല്ലാൻ ലോകത്തൊരു അച്ചാറുണ്ട്. ഉള്ളതാണോ ചുമ? ആ, കാര്യം അമ്മ ഇച്ചിരി പൊങ്ങച്ചൊക്കെ പറയെങ്കിലും ഉണ്ടല്ലോ. അമ്മയുടെ അച്ചാർ സൂപ്പർ ആയിരുന്നു. ആണോ? എന്നാ പിന്നെ അച്ഛമ്മയുടെ റെസിപ്പി അങ്ങ് ചെയ്താ പോരെ? അച്ഛമ്മയുടെ അച്ചാറിനകത്തെ വേറെ ആർക്കും അറിയാത്ത എന്തെങ്കിലും രഹസ്യ കൂട്ട് വല്ലതും ഉണ്ടോ? ഉണ്ട്. അയ്യോ, രക്ഷപ്പെട്ടു. അപ്പൊ അച്ഛമ്മയുടെ റെസിപ്പി ഫിക്സ്ഡ്. ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ? അല്ല, എന്താ പറഞ്ഞെന്നാ? അതെന്താ അച്ഛമ്മ പറഞ്ഞാൽ എന്താ കുഴപ്പം? നമുക്ക് എല്ലാവർക്കും കഴിക്കാനല്ലേ.
എൻ്റെ അമ്മ രഹസ്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. അത് എനിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യർക്കും പറഞ്ഞു കൊടുക്കരുത്. ആ എന്നാ അച്ഛമ്മ പറഞ്ഞു തരണ്ട, അച്ഛമ്മ ഉണ്ടാക്കിയാ മതി. ഓ എനിക്കോയ്യേ അച്ഛമ്മയെ ഒന്ന് പെട്ടെന്ന് ഒരു മിന്നായം പോലെ പറഞ്ഞാൽ മതി, ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്തോളാം. നീ പിടിച്ചെടുക്കാൻ പിടിക്കുകയാണോ? ചെറുതായിട്ട്. അല്ലെങ്കിൽ വേണ്ട, അച്ഛമ്മ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ക്രെഡിറ്റ് കിട്ടുന്നേ? ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. എന്നാ പിന്നെ നമുക്ക് യൂട്യൂബിൽ ഏറ്റവും വ്യൂസ് ഉള്ളത് തന്നെ നോക്കടി. ഒത്താ ഒത്ത്. ഇപ്പൊ തരാം, ഞാൻ നോക്കട്ടെ. ആഹാ പഠിക്കാന്ന് പറഞ്ഞ എല്ലാം കൂടെ ഫോണിൽ കുത്തുവല്ലേ? ഞാനാണെങ്കിൽ ചേട്ടത്തി പറഞ്ഞു കൊടുക്കാം. ആ ചെന്ന് പറഞ്ഞോട്. എന്തായാലും നിനക്കൊരു പേടിയില്ലാത്ത? ചിറ്റപ്പ നമ്മളെ കളിക്കല്ലേ, ഇത് 90+ മൈ ട്യൂഷൻ ആപ്പാ. അതെന്താന്ന്? ഇത് ഓൺലൈൻ ട്യൂഷൻ ചിറ്റപ്പ. ഈ കേരള സ്റ്റേറ്റ് സിലബസിലില്ലേ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇത് നോക്കി പഠിക്കണേ. ഓ അപ്പൊ ഇതിന്റെ പരിപാടി എങ്ങനെ? ഇതെങ്ങനെയാ വെച്ചാലേ ഓരോ ചാപ്റ്ററും സിനിമ കാണുന്ന പോലെ ഇരുന്ന് കാണാം, എന്നാ പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. ഇതൊന്നും എന്റെ ആയ കാലത്ത് ഇല്ലാതായിപ്പോ അല്ലേ? ഞാനൊക്കെ എന്താടി എനിക്ക് ആവശ്യത്തിന് സൗകര്യങ്ങൾ കിട്ടാൻ പോയിട്ട് എന്റെ വിദ്യാഭ്യാസം ഇങ്ങനെ പിന്നോട്ടായി പോയത് അല്ല. ഇതിന് വേറെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കാണും, നമുക്ക് തറവാവുകയും ചെയ്യും, മറന്നു പോകത്തില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നാ നെറ്റില്ലാതെ കാണുകയും ചെയ്യാം. പിന്നെ ഏറ്റവും നല്ല ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്ന ചിറ്റപ്പ. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ട്യൂഷൻ ക്ലാസ്സിൽ കൊടുക്കുന്ന പൈസ ഇല്ലേ, അതിന്റെ അത്ര ഒന്നും ആവത്തില്ല. ഇത് കൊള്ളാല്ല സംഭവം. അമ്മ ചിറ്റപ്പന്റെ കൂടെ ചേർന്നിട്ട് ഡീലർഷിപ്പ് തുടങ്ങാന്നൊക്കെ പറയണ കേട്ട്. പിന്നെ ഡീലർഷിപ്പ് തുടങ്ങാനൊന്നും എനിക്കൊന്നും വയ്യ. വേണമെങ്കിൽ ഞാൻ 3-4 പയ്യന്മാരെ സെറ്റ് ചെയ്ത് തരാം. അതൊക്കെ പോയി ഡീലർഷിപ്പ് എന്താ പരിപാടി? അത് ഇതില് ക്വിക്ക് എൻക്വയറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് നമ്മള് ഫോൺ നമ്പർ, അഡ്രസ്, ജില്ല അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? അങ്ങനെയാണെങ്കിൽ 3-4 പയ്യന്മാരെ രക്ഷപ്പെടുത്താ. അല്ല അച്ഛൻ എന്തി? അച്ഛൻ ഏതോ അച്ചാർ കുപ്പിയിട്ട് നടക്കുന്ന കണ്ടു. അച്ചാറുപ്പിയോ? ഓ ഫ്രണ്ടിന്റെ വീട്ടിലെ ഏതോ ഒരു അച്ചാർ കുപ്പി എടുത്തിട്ട് വന്നിട്ട് അത് ഇതുവരെ നിലത്ത് വെച്ചിട്ടില്ല. എന്തിനാണെന്തോ അച്ചാറുപ്പിക്കൊക്കെ ഇത്ര ഡിമാൻഡോ? ഞാൻ പോന്നു. ഞാൻ ഇനിയിപ്പോ ഇരുന്ന് നിങ്ങളുടെ പഠനം മുടങ്ങണ്ട കേട്ടാ. ഓ നീ ഇവിടെ ഇരുന്ന് ആയ കാലത്തൊക്കെ വല്ലതൊക്കെ പഠിച്ചു. ചിറ്റപ്പനൊക്കെ ആവാം. സത്യം.